രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ലൈംഗിക അപവാദ ആരോപണങ്ങൾ അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലായ്മ ചെയ്തിട്ടുള്ള നിരവധി അനുഭവ കഥകൾ നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഇതിനുള്ള നിരവധി ഉദാഹരണങ്ങളുമുണ്ട്. കാരണം ഒരു നേതാവിനെക്കുറിച്ച് ലൈംഗിക അപവാദ ആരോപണം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ ഒരു മുൻവിധിയോടെ അയാളെ കുറ്റക്കാരനായി വിധിക്കുന്ന മനോഭാവം നമ്മുടെ സമൂഹത്തിനുണ്ടായിരുന്നു, നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. രൂക്ഷമായ മാധ്യമ വേട്ടയുടെ കൂടി അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയ എതിരാളികളുടെ വേട്ടയുടെ കൂടി അടിസ്ഥാനത്തിൽ പലരും കാലിടറി വീഴുന്നത് നാം കണ്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലുള്ള നിരവധി അനവധി ഇതിനുള്ള ഉദാഹരണങ്ങളിൽ ആദ്യത്തെ പേരുകാരനെന്ന് ഞാൻ വിശ്വസിക്കുന്നത് PT ചാക്കോ എന്ന മഹാനായ കോൺഗ്രസ് നേതാവായിരുന്നു. പീച്ചിയിൽ വെച്ച് അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടി അപകടത്തിൽപ്പെട്ട പശ്ചാത്തലത്തിൽ ആ വണ്ടിക്കുള്ളിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ആരോപിച്ച് രാഷ്ട്രീയ എതിരാളികളും മാധ്യമങ്ങളും PT ചാക്കോയെ വേട്ടയാടിയപ്പോൾ അത് ആത്യന്തികമായി അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള മരണത്തിലാണ് കലാശിച്ചത്. PT ചാക്കോ ഹൃദയം പൊട്ടി തന്നെയാണ് മരിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇന്നും പറഞ്ഞു വെക്കും. PT ചാക്കോയുടെ മരണത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് പിളർന്ന് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്ന ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയ നേതാവ് തിരഞ്ഞെടുപ്പ് വിഗോതയിൽ ഒരു വട്ടം മാത്രമാണ് പരാജയപ്പെട്ടത്. അത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ഐസ്ക്രീം പാർലർ പെൺവാണിഭ ആരോപണങ്ങൾ വളരെ സജീവമായി മാധ്യമങ്ങളിലൂടെ ചർച്ചയായപ്പോഴാണ്, സമൂഹത്തിൽ വലിയൊരു വിഷയമായി ഉയർന്നു വന്നപ്പോഴാണ്. എന്നാൽ അതിനെ അതിജീവിച്ച് 5 വർഷങ്ങൾക്ക് ശേഷം പൂർവാധികം കരുത്തോടുകൂടി PK കുഞ്ഞാലിക്കുട്ടി രാഷ്ട്രീയ രംഗത്തേക്ക് തിരികെ എത്തുന്നതും നാം കണ്ടിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനെയും ഒരു വനിതാ നേതാവിനെയും ചേർത്ത് അവരുടെ വീട്ടിൽ വെച്ച് ഇരുവരെയും പിടികൂടി DYFIയുടെ സദാചാര പോലീസിംഗ് എല്ലാ സീമകളും ലംഘിക്കപ്പെട്ടപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനും ദീർഘകാലം രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട സാഹചര്യമുണ്ടായി. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. വിൻസെന്റ് MLAക്കെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വരികയും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും സമാനമായ സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിലായി കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ച ലൈംഗിക അപവാദ ആരോപണം രാഹുൽ മാങ്കൂട്ടം എന്ന യുവ കോൺഗ്രസ് നേതാവിനെതിരെ ഉയർന്നു വന്നതാണ്. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുലിന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷനും പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായി എന്ന് മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയും അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ ചർച്ചകൾ മാധ്യമങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടു എന്നതാണ് വസ്തുത. എന്നാൽ മുൻകാല ചരിത്രങ്ങളിൽ നിന്ന് രാഹുലിന്റെ വിഷയമായപ്പോഴേക്കും കേരള സമൂഹത്തിന്റെ മനോഭാവത്തിൽ വലിയൊരു മാറ്റവും നമുക്ക് കാണാനിടയായി. ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അതിനെ തൊണ്ട തൊടാതെ വിഴുങ്ങുവാൻ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ എത്രമാത്രം വിചാരണയ്ക്ക് വിധേയനാക്കിയാലും അതിലെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുവാതെ ആരെയും തള്ളിപ്പറയുവാൻ കേരളം തയ്യാറല്ല എന്ന സന്ദേശമാണ് രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട് മലയാളികൾ പുറത്തേക്ക് വിട്ടത്. രാഹുലിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പിന്തുണയാണ് സ്ത്രീകളിൽ നിന്നും ചെറുപ്പക്കാരിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചത്. പരാതിയുടെ ആധികാരികതയെക്കുറിച്ചും പരാതിക്കാരികൾ രംഗത്ത് വരാത്തതിനെക്കുറിച്ചും നിരവധി ആക്ഷേപങ്ങൾ ജനങ്ങൾ തന്നെ ഉയർത്തിവിടുന്ന സാഹചര്യവും ഉണ്ടായി. ഈ ആനുകൂല്യത്തിൽ തന്നെയാണ് 1.5 മാസം നീണ്ട രാഷ്ട്രീയ വനവാസം അവസാനിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം അടൂരിലെ തൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ നിയോജക മണ്ഡലമായ പാലക്കാടേക്ക് മടങ്ങിയെത്തിയത്. രാഹുൽ പാലക്കാട്ടേക്ക് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തെ വേട്ടയാടുമെന്നും തെരുവിൽ തടയുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് CPMൻ്റെയും DYFIയുടെയും നേതാക്കൾ വലിയ വെല്ലുവിളികൾ ഉയർത്തിവിട്ടിരുന്നുവെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഏറെക്കുറെ 1 മാസക്കാലമായി പാലക്കാടിൻ്റെ ജനപ്രതിനിധിയായി MLA ആയി രാഹുൽ ആ മണ്ഡലത്തിൽ സജീവമാണ്. അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്, സ്വകാര്യ ചടങ്ങുകളിലെത്തുന്നുണ്ട്, MLA ഓഫീസിൻ്റെ പ്രവർത്തനം സുഗമമായി നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം BJPയുടെ പ്രതിനിധിയായ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ വേദി പങ്കിട്ടപ്പോഴും ഘോഷയാത്രയിൽ പങ്കെടുത്തപ്പോഴും അതിനെതിരെ വലിയ പ്രതിഷേധമുയർത്തുവാൻ BJP ജില്ലാ നേതൃത്വം ശ്രമിച്ചെങ്കിലും ഈ വിഷയം തണുപ്പിച്ചു വിടുവാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ജില്ലാ നേതൃത്വത്തിന് കൈമാറിയതെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവ ചർച്ചയാകുകയാണ്. രാഹുലിന്റെ സാന്നിധ്യം ഒരുപക്ഷെ പാലക്കാടിൻ്റെ മണ്ണിൽ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ BJPയുടെ ആധിപത്യത്തിന് ഒരു വിരാമം കുറിക്കുവാനും കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് വഴിയൊരുക്കുവാനും സാധ്യതയുണ്ട് എന്ന ചർച്ചകളും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ സജീവമാക്കുകയാണ്. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം ഇരയായ മാധ്യമ പ്രവർത്തകയെ വിവാഹം കഴിക്കുവാൻ പോകുന്നു എന്ന വ്യാജ പ്രചരണവുമായി നിരവധി CPM BJP സൈബർ പ്രൊഫൈലുകളും രംഗത്തെത്തിയിരുന്നു. ഏതൊക്കെയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹുലിന് ഈ നിർണായക ഘട്ടത്തിൽ തുണയായത് സ്ത്രീകൾക്കിടയിൽ നിന്ന് ലഭിച്ച വലിയ പിന്തുണയാണ്. പ്രായഭേദമന്യേ സ്ത്രീകൾക്കിടയിൽ നിന്ന് രാഹുലിന് വലിയ പിന്തുണ ലഭിച്ചു എന്ന് മാത്രമല്ല, പലപ്പോഴും രാഹുലിന് വേണ്ടി പരസ്യമായി സംസാരിച്ചുകൊണ്ട്
രാഹുലിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകളും സെലിബ്രിറ്റികളും ഉൾപ്പെടെ രംഗത്ത് വരുന്നതും നാം കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി പാലക്കാടിന്റെ MLA എന്ന നിലയിൽ അദ്ദേഹം നടപ്പാക്കുന്ന തണൽ എന്ന ഭവന നിർമ്മാണ പദ്ധതിക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ചലച്ചിത്ര താരമായ തൻവീറാമാണ്. രാഹുലിനൊപ്പം ഒരു വേദി പങ്കിട്ടു എന്നതിനപ്പുറം ഏറെ ഊഷ്മളമായ തങ്ങൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് തൻവി തൻ്റെ ശരീരഭാഷയിലൂടെ വ്യക്തമായി മാധ്യമങ്ങളെയും ലോകത്തെയും അറിയിക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. രാഹുലും തൻവിയും സുഹൃത്തുക്കളാണെന്ന് അവരുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്നും ഈ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇത്തരത്തിൽ ലൈംഗിക അപവാദ ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു യുവ നേതാവിനോട് അടുത്തിടപഴകുവാൻ ആർജവം കാണിച്ച ആ നടിയുടെ ആ തൻ്റെ ഇടമെന്ന് പറയുന്നത് അയാളുടെ നിരപരാധിത്വത്തിനുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ആണ് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു നടി ഉയർത്തിവിട്ട ലൈംഗിക അപവാദ ആരോപണങ്ങളാണ് രാഹുലിന്റെ വീഴ്ചയിലേക്ക് നയിച്ചതെങ്കിൽ ഇപ്പോൾ മറ്റൊരു നടി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അയാളെ കൈ പിടിച്ചുയർത്തുന്ന കാഴ്ചയാകുകയാണ് തൻവിയും രാഹുലും ഒരുമിച്ച് വേദി പങ്കിടുമ്പോൾ പുറത്തു വരുന്ന വീഡിയോ ദൃശ്യങ്ങൾ. പാലക്കാടിന്റെ MLA ആയ ശേഷം രാഹുൽ മാങ്കൂട്ടം ഇന്റൽ മണിയുമായി ചേർന്നാണ് ഈ ഭവന നിർമ്മാണ പദ്ധതിക്ക് രൂപം കൊടുത്തത്. ഇന്റൽ മണിയുടെ ധനസഹായത്തോടു കൂടിയാണ് രാഹുൽ ഇത്തരം വീടുകൾ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന 8ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിലാണ് തൻവി രാഹുലിനൊപ്പം വേദി പങ്കിട്ടത്. തൻവീറാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും ഹിന്ദിയിലും തൻ്റെ അഭിനയ പ്രകടനം കൊണ്ട് ശ്രദ്ധ നേടിയ ഒരു നടിയാണ് തൻവീറാം എന്ന് പറയുന്നത്. രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച റിനി ആൻ ജോർജ് സാങ്കേതികമായി മാത്രം ഒരു നടിയാണ്. കാരണം അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ചെറിയ സിനിമയിൽ മാത്രമാണ് റിനി ആൻ തല കാണിച്ചിട്ടുള്ളത്. എന്നാൽ തൻവി അങ്ങനെയല്ല. പ്രേക്ഷക മനസ്സിലേക്ക് തൻവി എന്ന താരം കുടിയേറിയത് സൗബിൻ സാഹിറുമൊത്ത് തകർത്തഭിനയിച്ച അമ്പിളി എന്ന ചലച്ചിത്രത്തിലൂടെയാണ്. പിന്നീട് നിരവധി സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയെടുത്ത 2018 എന്ന പ്രളയം പശ്ചാത്തലമാക്കിയ സിനിമയിലും ശ്രദ്ധേയമായ വേഷം തൻവി കൈകാര്യം ചെയ്തിട്ടുണ്ട്. തല്ലുമാല, മുകുന്ദനുണ്ണി അസോസിയേറ്റ് പോലുള്ള ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായ തൻവി പരം സുന്ദരി എന്ന ബോളിവുഡ് ചിത്രത്തിലും ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഇത്തരത്തിൽ അനുഗ്രഹീതയായ ഒരു കലാകാരിയുടെ പരിപൂർണ പിന്തുണയുമായി രാഹുൽ മാങ്കൂട്ടം പൊതുരംഗത്ത് സജീവമാകുമ്പോൾ അത് രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ ആഘാതമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ തന്നെ രാഹുലിനെയും തൻവിയെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇടതിൻ്റെയും BJPയുടെയും സൈബർ ക്യാപ്സൂളുകൾ പുറത്തിറങ്ങുന്നതിന് വേണ്ടിയും നാം കാത്തിരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇടതുമുന്നണിയുടെയും CPMന്റെയും ബാലിശമായ ഈ പ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് നിർത്തുമ്പോൾ കോൺഗ്രസിന് മുമ്പിലും അതൊരു വലിയ ചോദ്യചിഹ്നമാകുകയാണ്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ കൊടുത്തു മാറ്റി നിർത്തിയ രാഹുലിനെ പാലക്കാട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള ആർജവം കോൺഗ്രസിന് ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകുമെങ്കിലും പാലക്കാടിന്റെ ജനവികാരം കണ്ടില്ല എന്ന് നടിക്കുവാൻ കോൺഗ്രസിന് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഷാഫി പറമ്പിലോ VK ശ്രീകണ്ഠനോ മത്സരരംഗത്ത് ഇറങ്ങാത്ത ഒരു സാഹചര്യത്തിൽ മണ്ഡലം നിലനിർത്തണമെങ്കിൽ രാഹുൽ തന്നെ സ്ഥാനാർത്ഥിയാകണം എന്ന നിലയിലേക്കാണ് പാലക്കാടിന്റെ ജനഹിതം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.